ഹലോ, സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു നാടൻ പലഹാരമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ മഴയൊക്കെയാണ്, നല്ല അസലായിട്ട് മഴ പെയ്യുന്നുണ്ട്. കർക്കിടക മാസമാണ്, അപ്പോൾ മഴയുണ്ടാവും. കുറച്ച് നാൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ അതേ 2-3 ദിവസമായിട്ട് നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മഴ സമയത്ത് നല്ല ചൂട് ചായയുടെ കൂടെ എന്തെങ്കിലും ഒരു സ്നാക്ക്, ഏതെങ്കിലും ഫ്രൈഡ് ആണെങ്കിലും സ്റ്റീംഡ് ആണെങ്കിലും, സ്റ്റീംഡാണ് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പലഹാരമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3/4 കപ്പ് തേങ്ങ ചിരവിയത്, പിന്നെ ചക്ക വേവിച്ചതാണ് 1 കപ്പ് ചേർക്കുന്നുണ്ട്. വേവിക്കാത്ത ചക്ക, പഴുത്ത ചക്കയാണെങ്കിൽ ചെറുതാക്കി അരിഞ്ഞ് ചേർക്കാം. ഏത്തപ്പഴം വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി പിന്നെ ചേർക്കാനുള്ളത് ശർക്കര ഉരുക്കിയത് 1/2 കപ്പ്. അപ്പോൾ 1/2 കപ്പിൻ്റെ ഒരു 3/4 ഭാഗം ആദ്യം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നല്ല ചൂടോടുകൂടെ വേണം ഇത് ശർക്കരപ്പാനി ചേർക്കാനായിട്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 3/4 ടീസ്പൂൺ നല്ല ജീരകത്തിന് പകരം ഏലക്ക പൊടിച്ചത് വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയത് ഈ നല്ല ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റാണ്. ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ബാക്കി നമ്മൾ മാറ്റി വെച്ച ഒരു 1/4 കപ്പ് ശർക്കര ഉരുക്കിയതും കൂടി ഉണ്ടായി, അതും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റോടെ മാറ്റി വയ്ക്കാം. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് വാഴയിലയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള പാകത്തിന് കീറിയെടുത്തിട്ട് തിളച്ച വെള്ളത്തിലിട്ടൊന്ന് മുക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ആ വെള്ള കളർ, ആ തിളച്ച വെള്ളത്തിലിടുമ്പോൾ വാഴയിലയുടെ ആ ഒരു നെയ്യ് പോലെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു കളറാണ് ആ വെളുത്ത കളർ കാണുന്നത്. അപ്പം അങ്ങനെ വാട്ടിയെടുത്ത വാഴയില. അപ്പോൾ ആദ്യം കുറച്ച് നെയ്യ്, പശു നെയ്യ് ആകുമ്പോൾ ഒരു നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും. ഒരല്പം മാത്രം വാഴയിലയിലൊന്ന് തടവിയിട്ട് ആവശ്യത്തിന് മാവെടുത്ത് ഇതുപോലെ തിന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഇതിൽ ഫില്ലിംഗ് ആയിട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി മാവിൽ തന്നെ തേങ്ങയും ശർക്കരയും ജീരകവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ ചുരുട്ടിയെടുക്കാം. വേണമെങ്കിൽ അറ്റം ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇതുപോലൊരു സ്റ്റീമറിൽ വെച്ചുകൊടുക്കാം. നെയ്യ്ക്ക് പകരം വെള്ളം തൊട്ട് വേണമെങ്കിലും ഇത് പരത്തിയെടുക്കാം. അപ്പോൾ നെയ്യ് ആവുമ്പോൾ കുറച്ച് നല്ലൊരു സ്മെല്ലാണല്ലോ, അത് വെന്ത് കഴിഞ്ഞ് നമ്മളത് തുറക്കുമ്പോൾ നല്ലൊരു നെയ്യുടെ ഒരു മണമൊക്കെ കിട്ടും. വാഴയിലയിൽ പരത്തുമ്പോൾ കുറച്ച് തിന്നായിട്ടിരിക്കുന്നതാണ് നല്ലത്, കട്ടി ആയിട്ടിരിക്കുന്നതിനേക്കാളും തിന്നായിട്ടുള്ളതാണ് നല്ലത്. അപ്പം ഇങ്ങനെ എല്ലാം പരത്തി ചുരുട്ടി വയ്ക്കാം. എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് നേരം സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ചൂടാറിയതിന് ശേഷം തുറന്നാൽ മതി, അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഇത് തുറക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും, ഇങ്ങനെ പായ തെറുത്ത പോലെ. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ കഴിക്കാനെടുക്കുമ്പോൾ മാത്രം ആ വാഴയില റിമൂവ് ചെയ്താൽ മതി. ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ആ വാഴയിലോട് കൂടെ തന്നെ കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പം ഇങ്ങനെയുള്ള നാടൻ പലഹാരങ്ങൾ കഴിക്കാനും നല്ലതാണ്, ആരോഗ്യത്തിനും നല്ലതാണ്. അപ്പോൾ ഇതിൽ അനാവശ്യമായിട്ടുള്ള ഒരു ചേരുവകളും വരുന്നില്ല. സ്റ്റീം ചെയ്തെടുക്കുന്നതാണ്. വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്ക് നമുക്ക് തയ്യാറാക്കാം. ഇതൊക്കെ മിക്കവർക്കും അറിയുന്നതായിരിക്കും, എങ്കിലും അറിയാത്തവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും എടുക്കാം. ഒന്ന് ചിരിച്ച് കട്ട് ചെയ്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഒരു പൂവ് പോലെ, ഇങ്ങനെ റോസാപ്പൂവിൻ്റെ ഇതുപോലെ ഇങ്ങനെ കാണാൻ പറ്റും, കണ്ടോ. അപ്പോൾ കഴിക്കാനും കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അല്ലെങ്കിലും എളുപ്പം തന്നെയാണ്, കാരണം കടിച്ച് തിന്നാനും ഇതിൻ്റെ ആ ഷേപ്പ് അങ്ങനെ ആയതുകൊണ്ട് അതിനും എളുപ്പമാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു നാടൻ പലഹാരമാണ്. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. താങ്ക് യു.